ഷറഫിയന്റെ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പ്രവാസം അവസാനിപ്പിച്ചു പോയ 350ഓളം ആളുകളുടെ കമന്റ് വന്നു. ഷറഫിയുടെ ഓരോ ഭാഗങ്ങളും കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആളുകൾക്കും വേണ്ടിയിട്ട് ഷറഫിയുടെ ഏകദേശ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുബിരി ഇറങ്ങിയിട്ട് ഷറഫിയുടെ ഏകദേശ ഭാഗങ്ങളൊക്കെ കാണാം. നബരി ഷറഫിയക്ക് ഇറങ്ങുന്ന താഴേക്ക് ഇറങ്ങുന്ന കുബിരിയാണ്. ഇവിടുന്ന് പണ്ട് കന്ത്ര സൂക്കാണ് ഇവിടെ ജവാൽ സൂക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് പൊളിച്ചു പോയി. ഇവിടുന്ന് പൊളിച്ചു പോയത്. ഈ മരം നിൽക്കുന്നതിന്റെ അടിയില് ജവാൽ സൂക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഒക്കെ പൊളിച്ചു പോയി. നാളെ തീ പിടിച്ച ബിൽഡിംഗ് ആണ് അത്, ഒക്കെ കാലിയാക്കി. തീ പിടിച്ച ബിൽഡിംഗ് ഈ ബിൽഡിംഗ് ആണ്. ഇതൊക്കെ തീ പിടിച്ച് ഇതായിന് ഒരുപാട്. ഷറഫിയന്റെ പറയുകയാണെങ്കില് ഷറഫിയന്റെ പണ്ടൊക്കെ കാമലില്ലാത്തവരൊക്കെ വന്നു കാണി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഓരോരുത്തരെ കിടക്കുന്നുണ്ടില്ലേ ബെഡൊക്കെ. ഇത് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പിടിച്ചു പോകാനും വേണ്ടിട്ടൊക്കെ ഇതിന്റെ താഴെ ആൾക്കാര് കിടന്നിരുന്നത്. ഈ ഭാഗം ഇവിടെ ഒരു കഞ്ഞിപ്പുര, നല്ല നാട ഫുഡാണ് അവിടെ. നല്ല അൽറിയാൻ ഹോസ്പിറ്റല്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയ സിഗ്നലാണ്. അതിന്റെ മുമ്പ് നമ്മള് ഷറഫിയക്ക് ഓടിയാണെന്നുണ്ടെങ്കിൽ യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി. പിന്നെ മൗലാന ട്രാവൽസ്, ഇതൊക്കെ പിന്നെ മദീന ഒക്കെ പോകുന്ന ബസ്സുകളാണ് സിയാറത്തിന്. മോസി പിന്നെ ഇപ്പത്തെ ജ്യൂസ് കടയാണ്. ഓരോരുത്തരുടെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പണ്ട് ജിദ്ദ റെസ്റ്റോറന്റ് പറഞ്ഞിട്ടുള്ള ഹോട്ടല് മാറിയതാണ് ഇപ്പൊ ഈ കാണുന്ന. ഇത് പണ്ട് അങ്ങനെയായിരുന്നു. ജിദ്ദ ഹോട്ടല്, ജിദ്ദ സ്റ്റോർ, ജിദ്ദ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാല് പണ്ട് ഫേമസ് ഉള്ള ഒരു ഹോട്ടലായിരുന്നു. അതാണ് ഇപ്പൊ ഈ ബക്കാലി ഇതൊക്കെ ആക്കിയത്, മാറിയത്. പിന്നെ ഇവിടെ ആയിരുന്നു ഇപ്പൊ കുറച്ചു മുമ്പ് ക്വാളിറ്റി ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. അത് പൊളിച്ച സ്ഥലമാണ്. അപ്പൊ അതിന്റെ ബാക്കിലോട്ടായി ക്വാളിറ്റി ഹോട്ടല്. ഈ മോസി മോസി ഇവിടെ ആദ്യക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ പല പരിപാടികൾ ഉണ്ടായിരുന്നു. ഇവിടെ പല പരിപാടികൾ ഇപ്പൊ ഓരോന്നിങ്ങനെ ചേഞ്ച് ചെയ്ത് പോയതാണ്. ഇപ്പൊ മാറിയതപ്പോ മോസി ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇവിടെയും പൊളിച്ച് ബിൽഡിങ്, ഇവിടെയും ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ പാർലർ ഇതിപ്പോ ഒന്നാണ്. ഇവിടെ നമ്മളെ മലയാളികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ നമ്മളെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും, നാട്ടിലുള്ളവരെ. അങ്ങനെ കൊറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഷറഫിയലത്ത്. മാഷാ അല്ലാ. അല്ല ഇതാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഷറഫിയയിലെ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ബദറുദ്ദീൻ ഹോട്ടലില്ല. ഇല്ല, ഇവിടെ ഹോട്ടലല്ല, ഒരു ക്യാൻറ്റീൻ മാതിരി ഒരു ചെറിയൊരു. പിന്നെ ഈ ഭാഗമൊക്കെ ഫുള്ള് വണ്ടി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ അവിടെ മറിച്ചിട്ടില്ലേ കച്ചവടക്കാരനെ, ഫുള്ള് ക്ലോസ് ചെയ്ത് മറിച്ച്. അതേമാതിരി ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാവർക്കും വില കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടീനി. ഇപ്പൊ അതൊക്കെ പിന്നെ ബലദീന്റെ പ്രശ്നം കാരണം കൊറേയൊക്കെ പായിപ്പിക്കും, കൊറേയൊക്കെ എന്നാലും ഉണ്ടാവും. ഇത് മീൻകട, ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ബദർ സ്റ്റോറ് ഈ ഇതിലാണ് എല്ലാ നാടിന്റെ സാധനങ്ങളും ഈ മതി. ഇവിടെ പിന്നെ ഇവരെന്നെ അറക്കുന്നതാണ്. ഇവിടെ മീനും മീൻകടയും ഇറച്ചും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒപ്പം. ഈ ഭാഗത്ത് കണ്ടില്ല. ഈ ഭാഗമൊക്കെ ഫുള്ള് നല്ല കച്ചവടമായിരുന്നു ഇവിടെ ഫുള്ള്. ഇപ്പൊ ഇത് ബന്ധാക്കിയതോടെ കച്ചവടം വളരെ. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ പണ്ടത്തെ മാതിരി അല്ല ഇപ്പൊ. അപ്പൊ ഒരുവിധം ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്ന്. പഴയ ഷോപ്പുകൾ ഉണ്ടോ? പഴയ ഷോപ്പുകൾ ഇപ്പൊ നിലനിൽക്കുന്നത് വെച്ചാല് സംസം ബൂഫി അപ്പുണ്ട്. പിന്നെ എല്ലാം കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞ മാതിരി ഓരോന്ന് മാറുകയാണ്. കടകൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബിസിനസ് തന്നെ ആൾക്കാർക്ക്
മുമ്പോട്ട് പോകുന്നില്ല ഇപ്പത്തെ സാഹചര്യത്തില്. പിന്നെ നമ്മളെ പൊതുവെ ഒരു മലയാളികളുള്ള ഒരു സ്വഭാവമല്ല, ഇപ്പുറത്തെ ഒരു കട ഇട്ട അപ്പുറത്തെ ഒരു കട മറ്റോ അതിനേക്കാളും കുറച്ച് മോഡലാക്കിയിട്ട് ഇടും. എന്നിട്ട് അത് രണ്ടും പൂട്ടണ രീതിയിലാക്കും. ഇവിടെയാണ് പിന്നെ 6 രൂപന്റെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാണ് ഇവിടെ വിൽക്കുന്നത്. ഒരു പീസ് ഉണ്ടാവും, ഒരു പീസ് ചിക്കൻ ആയാലും ഒരു പീസ് മട്ടൻ ആയാലും ഒരു പീസ് ഉണ്ടാവും. പിന്നെ ഇത് സർഫിയ കുബരിന്റെ ഭാഗം, അതിന്റെ താഴെ ഭാഗമാണിത്. ബൂഫി അൽ റയ്യാൻ ഉണ്ട് അവിടെ അല്ലേ? അത് ആ ഭാഗം, ആ റോഡ് സൈഡിന്റെ ആ ഭാഗത്ത്, ആ ഭാഗമായിട്ട് പോകുന്നത്. ഇത് പിന്നെ മൗലാന ട്രാവൽസ് സിയാറത്തിന്റെ ബസ് കാര്യങ്ങളൊക്കെ മദീനത്തേക്ക് പോകുന്നത് ഈ വഴിയാണ്. ഇവിടുന്ന് എല്ലാരും ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടൊക്കെ പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിന്റെ കടകളാണ് ഫുള്ളും. ഓരോ അത് പാകിസ്ഥാനി സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നത്. ഹോട്ടലും ഫുഡും. മക്ക ഹോട്ടൽ പിന്നെ അപ്പുറത്തുണ്ട് വേറെ. ഇതാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ ഭാഗമാണ്. ഇവിടെ കുറെ ബിൽഡിംഗ് പൊളിച്ചു, അതിന് ചുറ്റുഭാഗം കാര്യങ്ങളൊക്കെ ഫുള്ള് പൊളിച്ചു പോയി. ഇത് പോസ്റ്റ് ഓഫീസിന്റെ ഭാഗമാണ്. പിന്നെ ബാക്ക് സൈഡ് ബദ്രുദ്ദീൻ, ബദ്രുത്തമാമ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ. അൽറിയാൻ അപ്പുറത്ത്, അല്ലബീർ ഹോസ്പിറ്റൽ. അൽറിയാൻ റോഡിന്റെ ആ ഭാഗമാണ്. പോസ്റ്റ് ഓഫീസ് ചോദിച്ചവർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് അതിന്റെ ഭാഗത്തുള്ള എല്ലാ ബിൽഡിങ്ങും പൊളിച്ചുപോയി. പിന്നെ ഈ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ അവശേഷിക്കുന്നു. പിന്നെ ഇത് മക്ക ഹോട്ടല്, ഇവിടെ നല്ല പാകിസ്ഥാനി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കടായി. ഇതാണ് പഴയ ഒരു ഹോട്ടലുള്ളത് ഇവിടെ. പിന്നെ ഇപ്പൊ ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യത്തിനേക്കാളും കുറെ മാറ്റങ്ങൾ വന്നു ഇവിടെ ഉണ്ട്. പിന്നെ ഏത് രാഷ്ട്രീയക്കാരും പിന്നെ കടകളൊക്കെ വേഗം തുടങ്ങാൻ തട്ടിക്കൂട്ടി തുടങ്ങി. പിന്നെ ഇവിടെ ഈ മുട്ടായി കടക്ക് അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. ഒരുപാട് കടകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ദിവസം കൂടും തോറും ഇങ്ങനെ കൂടുകയാണ് ഓരോ കടകള്. കുറെ ആൾക്കാര് കൂട്ടി പോകുന്നുണ്ട്. ഇതാ ഹൈദരാബാദി സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ. ഇതൊക്കെ ഫുള്ള് മുട്ടായി കടകൾ. കുറെ സ്ഥലത്ത് പൊളിച്ചതൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ കടകൾ. ഇപ്പൊ മത്സര കച്ചവടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കണ്ടില്ലേ, വിളിച്ചിട്ട് ഉണ്ട്. അങ്ങനെ വിളിച്ച് സംസാരിച്ച് കേറ്റാണ്. ഓരോരോ ഉപജീവിത മാർഗം ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഇത് പിന്നെ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ കൂടും, ജനങ്ങൾ കൂടും. ഇല്ല ഇത്ര ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ കുറച്ച് ആളുകൾ ഉണ്ടാവും. വ്യാഴം വെള്ളി ആള് കൂടും. പിന്നെ അല്ല, പാരഗൻ ആദ്യം ഉള്ളതാ, കുറച്ചൊക്കെ ഉണ്ട്. പഴക്കമുള്ള ഹോട്ടൽ തന്നെയാണ് അതും. പാരഗന് ഇതിപ്പോ പുതിയത് വന്നതാണ്. ഇപ്പൊ പുതിയത്. ഇതിനു മുമ്പ് ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പായിരുന്നു. ഇതൊക്കെ പിന്നെ ഇറച്ചി, കോഴി. അല്ല, ഇത് ആദ്യമേ ഉള്ളതാ. പുതിയ മൊബൈൽ ഷോപ്പ് ആദ്യമേ ഉള്ളതാ. എവിടെ ആദ്യം ഇതൊക്കെ മാറ്റം വരുത്തി. പുതിയ കടകളായി. ഫുള്ള് കടകള്. ഇവിടെയാണ് ഇപ്പൊ സർഫയില് കുറച്ച് മൊബൈലിന്റെ ഭാഗങ്ങൾ ഈ ഭാഗവും ഈ സൈഡും ഉള്ളു. ബാക്കിയൊക്കെ പിന്നെ മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കടകൾ അങ്ങനെ വന്നു.